ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലേക്കൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ആവേശത്തോടെ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ 12 മണി കഴിഞ്ഞ ആളുകൾ നിൽക്കുന്നത് ആ ആവേശം കൂടി കണ്ടുകൊണ്ടാണ് നിന്നത്. എല്ലാവരുടെയും ആവേശത്തിലേക്ക് പോകാൻ തോന്നുന്നു. എത്രത്തോളം സന്തോഷമുണ്ട് നമ്മുടെ? ഭയങ്കര സന്തോഷം, അഭിമാനം. പിന്നെ നമ്മൾ പാകിസ്ഥാനെ തോപ്പിച്ചതിൻ്റെ ഒരു ഇരട്ടി മധുരം കൂടി. ഫൈനലിലേക്ക് പാകിസ്ഥാൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇരട്ടി ആവേശമാണ്. ആവേശം എങ്ങനെയുണ്ടായിരുന്നു ഈ മത്സരം കണ്ടപ്പോൾ? വളരെ സന്തോഷമുണ്ട്. അതും പാകിസ്ഥാനെ തോൽപ്പിച്ചത്, പിന്നെ തിലക് വർമ്മയുടെ ഒരു ഇന്നിങ്സ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ കൈവിട്ട് പോകുമെന്ന് തോന്നി. ചെറുതായിട്ട് തോന്നി. എന്നാലും റിങ്കു സിംഗ് ഉണ്ട്, അക്ഷർ പട്ടേൽ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു 1-2 വിക്കറ്റ് പോയാൽ അങ്ങനെ വീഴേണ്ട ടീമല്ല. അല്ല ആ അവസരത്തിനൊത്ത് കളിക്കാനുള്ള ടീമാണ് നമ്മുടെ ഇന്ത്യ. തീർച്ചയായും അത് തന്നെയാണ്. കാരണം 1-2 വിക്കറ്റുകൾ വീണാൽ തകരുന്ന ഒരു ടീമായിരുന്നില്ല. നമ്മോടൊപ്പം ജോയ്മോൻ ജോസ് കൂടി ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നുള്ള. ജോയ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് തോന്നുന്നതാണ്. കാരണം ഒരു 8 ബാറ്റർമാർ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന 8 ബാറ്റർമാർ നമ്മുടെ കയ്യിലുണ്ട്. ആ അർത്ഥത്തിലാണ് ഇന്ത്യ ഇന്ന് യുവനിരയാണ് എങ്കിൽ കൂടി നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു കോൺഫിഡൻസിൻ്റെ ഒരു കുറവ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ പ്രകടനം കണ്ടത് ആദ്യം മുതൽ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ടായിരുന്നു നമുക്ക് ഈ ടൂർണമെൻറ്റ് നമ്മളെ സഹായകമായത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു മത്സരത്തിൽ അഭിഷേക് ശർമ്മ വീണെങ്കിലും പിന്നീട് അങ്ങോട്ട്, അതായത് ബാക്കിയുള്ള താരങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ തിലക് വർമ്മ ആയാലും അതിന് സഞ്ജു സാംസൺ ആയാലും ഇവരെല്ലാം ഒരു നിലവാരത്തിൽ, അതായത് ഇന്ത്യയുടെ പ്രദേശങ്ങൾക്കൊത്ത് ഉയരുകയും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അതായത് പാകിസ്ഥാനെതിരെ കൂടി ഒരു പ്രകടനം, അതായത് 2 തവണ പാകിസ്ഥാനെ ഫൈനലിൽ ഈ മുന്നുള്ള ഘട്ടത്തിൽ നമ്മൾ വീഴ്ത്തി, അതായത് ഗ്രൂപ്പ് ഘട്ടത്തിൽ അതുപോലെ സൂപ്പർ 4ലും പാകിസ്ഥാനെ വീഴ്ത്തി നമ്മൾ മുന്നേറിയപ്പോൾ ഈ ഒരു പോരാട്ടം, അതായത് കായിക പാകിസ്ഥാൻ ആയിരുന്നില്ല ഇന്ന്. അതാണ് പറയുന്നത്. 2 മത്സരം നമുക്ക് പാകിസ്ഥാനെ തകർത്തെറിയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക്. അതായത് പാകിസ്ഥാൻ 2 മത്സരമേ ഈ ഒരു ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ തോറ്റുള്ളൂ. അത് 2 ഇന്ത്യക്കെതിരെയാണ്. അപ്പോൾ അവർ ഈ ഒരു മത്സരത്തിൽ അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്. ആ ഒരു പ്രകടനം ഒരു കാഴ്ച. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഈ ടൂർണമെന്റ് നമുക്ക് പവർ പ്ലേയിൽ ഒരു ആദ്യ 6 ഓവർ നമ്മുടെ 60 റൺസിന് വേണ്ടി നമ്മൾ സ്കോർ ചെയ്തു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് 36 റൺസ് മാത്രമേ പവർ പ്ലേയിൽ നേടാനായുള്ളൂ. എങ്കിൽ തന്നെയാണ് പിന്നീട് മധ്യനിരയിൽ ബാറ്റ്സ്മാൻമാർ ഉണർന്ന് കളിക്കുകയും അതായത് ആവശ്യമുള്ള അല്ലെങ്കിൽ ആവശ്യ ഘട്ടങ്ങളിൽ കൃത്യമായ ബൗണ്ടറികൾ വരികയും ചെയ്തു. അതായത് നമ്മൾ ലാസ്റ്റ് കളി കൈവിട്ട് പോകും എന്നൊരു സാഹചര്യം എത്തിയ സമയത്താണ് ശിവൻ ദൂബയുടെ വെടിക്കെട്ട്. അതിനുമ്പോൾ സഞ്ജു സാംസണായാലും മികച്ചൊരു പിന്തുണ തിലക് വർമ്മയ്ക്ക് നൽകി. അപ്പോൾ ആ ഒരു പ്രകടനം എന്നാൽ സാഹചര്യത്തിൽ താരങ്ങൾ ഉയർന്നു. അപ്പോൾ മികച്ചൊരു വിജയമാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലും ഇന്ത്യയെ വെല്ലുവിളി ഉയർത്താൻ നമുക്ക് പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. അപ്പോൾ പാകിസ്ഥാനെ എറിഞ്ഞൊതുക്കുകയും അടിച്ചൊതുക്കുകയും ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. ഒരു നിർണായക വിജയമാണ് നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നത്. നമ്മുടെ സ്പോർട്സ് ഡെസ്കിലെ മറ്റ് പ്രതിനിധികൾ കൂടി ഇപ്പോൾ ഖിലാഫ് അഹമ്മദ്, ഖിലാഫ്, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മധ്യനിര തിളങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം ഓരോ ദിവസവും നമുക്ക് ആശങ്കയുള്ളത് ഈ മധ്യനിരയിലെ ഈ ചേഞ്ച് എങ്ങനെ ടീമിനെ ബാധിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് മധ്യനിര തന്നെ വിജയം കൊണ്ടുവന്നു. തീർച്ചയായും രുചിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഏറ്റവും നിർണായകമായത് മധ്യനിര തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ സഞ്ജു സാംസൺ ഉൾപ്പെടെ ആ 24 റൺസ് എന്ന് പറയുന്നത് കൂടി നമുക്ക് ഈ ഒരു ഫൈനലിൽ വിജയിക്കാൻ അതിനിർണായകമായ റൺസാണ്. കൂടാതെ നമുക്ക് ഇന്ന് തിലക് വർമ്മ, അതായത് 58 പന്തിലാണെങ്കിലും ആ ഒരു അർദ്ധ സെഞ്ചുറി എന്ന് പറയുന്നത് ഒരു മധ്യനിരയിൽ വന്ന് ആ ഒരു സ്റ്റാൻഡിങ് കീപ്പ് ചെയ്ത് ഏറ്റവും അവസാനം ഇന്നത്തെ ഈ പിച്ചിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ദുബായിൽ നമ്മൾ മുമ്പ് പ്രതീക്ഷിച്ച പോലെ അതിൽ കൂടുതൽ ആനുകൂല്യം ബൗളർമാർക്ക് കിട്ടി എന്ന് തോന്നി. തീർച്ചയായും നമുക്ക് അങ്ങനെ വേണം തന്നെ പറയാം. കഴിഞ്ഞ കളിയിലൊക്കെ മികച്ച രീതിയിലായിരുന്നു, അതായത് 160-ൽ കൂടുതൽ റൺസൊക്കെ നേടിയ ഒരു പിച്ചാണ്. എന്നാൽ ഇന്ന് 150-ൽ താഴെ മാത്രമാണ് റൺസ്. എന്നാലും നമ്മൾ അവിടെ എടുത്തു പറയേണ്ടത് 150 റൺസ് എന്ന് പറയുന്നത് തന്നെ അവിടെ ഏറ്റവും വലിയ റൺസാണ്. എന്നാൽ ഇന്ന് അവരെ 146 റൺസിൽ തന്നെ ഇന്ത്യൻ ബോളിംഗ് നിരയ്ക്ക് അവർ ഒതുക്കാൻ പറ്റി എന്നത് തന്നെയാണ് വലിയ കാര്യം. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് സ്പിന്നർമാരുടെ പ്രകടനമാണ്. കുൽദീപ് യാദവും അതേപോലെ തന്നെ അക്ഷർ പട്ടേലും അതേപോലെ വരുൺ ചക്രവർത്തിയോട് ഇവരുടെയൊക്കെ പ്രകടനം ഇന്ന് നമുക്ക് നിർണായകമായിരുന്നു. അവസാനം ജസ്പ്രീത് ബുംറയും 2 വിക്കറ്റുകൾ 1 വിക്കറ്റ് വീഴ്ത്തി. ഇതൊക്കെ നമുക്കൊരു നിർണായകമായ ഒരു ബോളിങ്ങിന് അനുകൂലമായ ഒരു പിച്ച് തന്നെയായിരുന്നു. ബുംറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പിന്നർക്ക് അനുകൂലമായ ഒരു പിച്ചിന്റെ സമയത്ത് ബുംറയുടെ പ്രകടനവും എടുത്തു പറയണം. ബുംറയും 2 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. ആഷിക്ക്, ഏറ്റവും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നതോ മറ്റോ ആവേശത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഈ വിവാദങ്ങൾ പറയാതെ പോകാൻ പറ്റില്ല. കാരണം ആ അർത്ഥത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. നമ്മളുടെ വിജയത്തിൻ്റെ ആവേശം ഒരു ഭാഗത്തുണ്ട്. നമുക്ക് ഈ സ്ക്രീനുകളിൽ പലയിടത്തും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്ത്യയുടെ കൊടി ഉയർത്തിക്കൊണ്ട് ഒരുപാട് ആവേശത്തോടെ ആളുകൾ അത് ആഘോഷിക്കുന്നത് കാണാം. ഈ എല്ലാ കാലത്തും ഇന്ത്യയുടെ വിജയം നമ്മൾ ആ അർത്ഥത്തിൽ ഇന്ത്യ ആഘോഷിച്ചതാണ്. പക്ഷേ ഈ വിവാദങ്ങൾക്ക് ഉള്ള മറുപടി കൂടി പറയേണ്ടി വരും. അത് താരങ്ങളിൽ നിന്ന് കുറച്ചുകൂടി രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന തരത്തിൽ ഇത് മാറുന്നുണ്ട്. ഇന്നത്തെ വിജയമെങ്കിലും ഈ സന്തോഷത്തിൽ അത്തരം മറ്റ് വിവാദങ്ങൾ അത് അവസാനിക്കണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്.
തീർച്ചയായും ഒരുപക്ഷെ നമ്മൾ കണ്ട ഒരു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അതിൻ്റെ അഫ്രീദിയൊക്കെയാണ്. അപ്പോൾ അഫ്രീദിയൊക്കെ ഭയങ്കര ഫാനായി. കാരണം അഫ്രീദിയുടെ ഭയങ്കര കൂട്ടിനിടയിലൊക്കെ ഫാനായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമായി മാറും. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിവാക്കുന്നത് കളിക്കളത്തിൽ മാറ്റി നിർത്തേണ്ടതാണ്. കളിക്കളത്തിൽ നമ്മൾ കൈ കൊടുക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അതായത് നമ്മളെ ഫ്രണ്ട്ഷിപ്പോട് ഷെയർ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു രീതി വളരെ തെറ്റായ രീതി എന്ന് പറയുന്നത് അത് ഈ ഏഷ്യ കപ്പോടുകൂടി അവസാനിക്കണം. നമുക്കിപ്പോൾ പാകിസ്ഥാനാവട്ടെ ഏത് രാജ്യമാവട്ടെ നമുക്കൊരു സൗഹൃദമായ രീതി തന്നെയാണ് നല്ലത്. അത് കളിക്കളത്തിൽ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അസായുവൻ വിവാദമാവട്ടെ മറ്റെന്ത് കാര്യങ്ങളാവട്ടെ ഇത്തരത്തിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി കളിക്കളത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ സന്തോഷകരമായ നിമിഷത്തിൽ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനി കിരീടം നേടാൻ പോകുന്നത് ഇന്ത്യ കിരീടം ഏറ്റുവാങ്ങുന്നത് ആരുടെ കയ്യിൽ നിന്നാണ് എന്ന് കൂടി ഈ നിമിഷം നമ്മൾ നോക്കി നിൽക്കുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹ്സിൻ നഖ്വിയിൽ നിന്ന് കിരീടം വാങ്ങാൻ സൂര്യകുമാർ യാദവ് തയ്യാറാകുമോ എന്നത് കൂടി കണ്ടറിയണം. കാരണം ഇന്ന് രണ്ട് രസകരമായ കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ താരങ്ങളുടെ പ്രതികരണങ്ങൾ ഈ അവിടെ നിന്ന് വരികയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയൊക്കെ ഇന്ത്യൻ കമൻറ്റേറ്റർമാർ തന്നെയാണ് ഇവരുടെ കൂടെ ഉള്ളത് എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ദിവസം ഒരുപക്ഷെ അത് നല്ല സൂചനയുമല്ല. ഈ തരത്തിൽ രണ്ട് രാജ്യക്കാരോട് സംസാരിക്കാൻ വേണ്ടി കമൻറ്റേറ്റർമാരായി എത്തേണ്ട ഘട്ടം വരുന്നത് ക്രിക്കറ്റിന് നല്ലതാണ് തോന്നുന്നില്ല. ഒരിക്കലുമില്ല. ഇപ്പോൾ ഇന്ത്യൻ താരങ്ങൾ തന്നെ ഇപ്പം ശുഭ്മാൻ ഗില്ലിനെ കമൻറ്റേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ താരങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു പാകിസ്ഥാൻ താരങ്ങളെ മാത്രം മാറ്റി നിർത്തുന്നത് അറിയില്ല. ഒരുപക്ഷെ പണ്ട് IPL പോലും പാകിസ്ഥാൻ താരങ്ങൾ കളിച്ചിരുന്നു. പിന്നെ വിലക്ക് വന്നെങ്കിൽ പോലും ഇപ്പോൾ എന്തിനാണ് ഇത്തരത്തിലൊരു മാറ്റി നിർത്തൽ പ്രത്യേകിച്ച് പാക് താരങ്ങൾക്കെതിരെ മാറ്റി ഇപ്പോൾ കമൻറ്റേറ്ററിൽ പോലും എത്തി. നാളെ നമ്മളൊരു പാകിസ്ഥാൻ താരം മിണ്ടാൻ പോടില്ല. അങ്ങനെ എന്തിനാണ് ഇത്തരത്തിലൊരു വിലക്ക് അവരോട് വിൽക്കുന്നതെന്നുള്ള ചോദ്യം. ഏറ്റവും ഇതിന് തൊട്ടു മുമ്പ് ലോകകപ്പിൻ്റെ സമയത്ത് ഈ വിരാട് കോഹ്ലിയും ബാബർ അസവും തമ്മിലൊക്കെയുള്ള സൗഹൃദത്തിൻ്റെ നിമിഷങ്ങൾ അത് നമുക്ക് ഒരുപാട് ക്രിക്കറ്റ് പ്രേമികൾക്ക് അത് രസകരമായ കാഴ്ചയായിരുന്നു. അത് ഇനി സമീപകാലത്തൊന്നും ഉണ്ടാകില്ല എന്നത് കൂടിയാണ് ഈ ഏഷ്യ കപ്പ് തരുന്ന ഒരു സന്ദേശം. കാരണം ആ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ അർത്ഥത്തിലാണ്. പക്ഷേ ഈ നിമിഷം നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. കാരണം ഇന്ത്യ ഒരുപാട് കാലം കാത്തിരിക്കുന്ന തരത്തിലേക്ക് വളർന്നു വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഇന്ത്യയുടെ യുവനിരക്ക് ഇനി ആ അർത്ഥത്തിലാണ് നമ്മൾ ഇനി കാണുന്നത്. ഇതുവരെ നമുക്ക് നേടിത്തന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ മാറി ഇനി പുതിയ തലമുറയിലേക്ക് വരികയാണ്. അവരുടെ ആദ്യത്തെ കിരീടത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് സഞ്ജു സാംസന്റെ ഒരു കിരീടം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ കളിച്ചുകൊണ്ട് നേടുന്ന ഒരു കിരീടം. നമ്മൾ 2020 ലോകകപ്പിൻ്റെ ഭാഗമായിരുന്നു സഞ്ജു സാംസൺ. അപ്പോഴും നമ്മുടെ ഒരു നിരാശ, സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നില്ല, സഞ്ജുവിന് കളിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ളൊരു ദുഃഖം മലയാളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ അത് മാറുകയാണ് എന്ന് മാത്രമല്ല, സഞ്ജു ഫൈനലിൽ കളിക്കുന്നു, സഞ്ജു ക്രൂഷ്യലായ 24 റൺസ് എടുക്കുന്നു, സഞ്ജു നല്ലൊരു കൂട്ടുകെട്ട് 50 റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു. അത് ടീമിന് ഏറ്റവും വിലപ്പെട്ട സമയത്ത് അത് നൽകുന്നു എന്നത് കൂടി നമ്മൾ ഒരുപക്ഷെ മലയാളി ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. കാരണം നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ സഞ്ജുവിൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, സഞ്ജുവിന് മറുപടി. ഞാൻ ഏത് റോളും ചെയ്യുമെന്നുള്ള ഒരൊറ്റ ഉത്തരം മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ സഞ്ജു ഓപ്പണിങ്ങിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മധ്യനിരയിലേക്ക് മാറി. ആ മാറിയ സമയത്ത് പോലും നമുക്ക് എന്തിയിട്ടില്ല. ഒരിക്കലും സഞ്ജുവിൻ്റെ ആ ഒരു ബാറ്റിംഗ് പ്രകടനം മോശമായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒമാനെതിരെ അർദ്ധ സെഞ്ചുറി നേടി. ഇപ്പോൾ ഫൈനലിലാണെങ്കിൽ പോലും നിർണായകമായ ഒരു മത്സരത്തിൽ മികച്ചൊരു പ്രകടനം. 24 റൺസ് ആണെങ്കിൽ പോലും ആ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിലാണ് ആ 24 റൺസ് വരുന്നത് എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. കാരണം ഇന്ത്യ ബാറ്റിംഗ് തകർന്നടിഞ്ഞു, പ്രധാനപ്പെട്ട മുൻനിര താരങ്ങളെല്ലാം പുറത്തായി. ആ സമയത്താണ് സഞ്ജു വരുന്നതും തിലക് വർമ്മയോടുകൂടി നിർണായകമായൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതും ഇന്ത്യക്ക് ഒരു അടിത്തറ തന്നെ വെക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കൂടുതൽ തകർച്ചയിലേക്ക് പോകും. പ്രത്യേകിച്ച് ഹർദിക് പാണ്ഡ്യ ഇല്ലാത്തൊരു മത്സരം കൂടിയാണ്. ആ ഘട്ടത്തിൽ ഇന്ത്യക്ക് ആര് മധ്യനിരയിൽ കളിക്കുമെന്നൊരു ചോദ്യത്തിന് സഞ്ജു തന്നെ അതിൻ്റെ ഒരു ഉത്തരം മാറി. സഞ്ജുവും തിലക് വർമ്മയും കൂടിയുള്ള ഒരു പാർട്ണർഷിപ്പ് ഉത്തരമായി എന്ന് പറയേണ്ടി വരും. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റാണ്. കാരണം വലിയ സമ്മർദ്ദം. ഓപ്പണിങ്ങിലായിരുന്നു സഞ്ജു ആദ്യം ഘട്ടത്തിൽ കളിച്ചിരുന്നെങ്കിൽ ഈ ഏഷ്യ കപ്പിലാണ് സഞ്ജു മധ്യനിരയിലേക്ക് മാറിയത്. ആ മധ്യനിരയിൽ മാറിയ സമയത്തും സഞ്ജു തൻ്റെ ഫോം അത്ര മോശമായിട്ടില്ല എന്ന് തെളിയിക്കുന്നത്. കാരണം ഒമാനെതിരെ അർദ്ധ സെഞ്ചുറി നേടി. അതുപോലെ തന്നെ കഴിഞ്ഞ കളി ഇമ്പാക്ട് പ്ലെയറായി. ഇന്ന് നിർണായക മത്സരത്തിൽ തിലക് വർമ്മയോട് കൂടി മികച്ചൊരു പാർട്ണർഷിപ്പ് സ്വന്തമാക്കി. ഇങ്ങനെ സഞ്ജുവിൻ്റെ പേരിൽ കൂടി നമുക്ക് ഈ ഏഷ്യ കപ്പ് എഴുതി വെക്കേണ്ട ഒരു കാര്യം. കാരണം ഏത് റോളിലും താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പെർഫോം ചെയ്യുമെന്ന് മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ തെളിയിച്ചിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഫൈനൽ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സഞ്ജു സാംസണാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സഞ്ജുവിൻ്റെ ഒരു കമൻറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. താൻ മോഹൻലാലിനെ പോലെയാണ്, താൻ ഹീറോ റോൾ ചെയ്യും, താൻ വില്ലൻ റോൾ ചെയ്യും, ഏത് റോൾ ചെയ്യാൻ താൻ തയ്യാറാണ്. കാരണം താൻ രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്. അങ്ങനെ കളിക്കുമ്പോൾ തനിക്ക് ഏത് റോൾ എന്നില്ല, താൻ മോഹൻലാൽ പോലെയാണ്, ഏത് റോളും തനിക്ക് വഴങ്ങുമെന്നൊരു കമൻറ്റൊക്കെ സഞ്ജു നടത്തിയിരുന്നു. ഇങ്ങനെ സഞ്ജു ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് ഉണ്ടായിരുന്ന പോലെ അനാവശ്യമായി വലിച്ചടിച്ച് പുറത്താകുന്ന രീതി സഞ്ജുവിനില്ല. സഞ്ജു കൃത്യമായി ഒരു 6 അടിച്ച് കഴിഞ്ഞാൽ അടുത്ത പന്ത് സിംഗിൾ എടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയുടെ റൺ നിരക്ക് കൂടുതൽ മുന്നേറ്റാൻ ശ്രമിക്കും. ഇങ്ങനെ വലിയ രീതിയിൽ സഞ്ജു ഒരു കളിക്കാരൻ എന്നതിൽ ഒരുപാട് മാറിയിരിക്കുന്നു.
അതുപോലെ ഇന്ത്യൻ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും മികച്ചൊരു ടീം, പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനിലേക്ക് അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും വരുന്നു. 1 ഡൗണിലേക്കാണെങ്കിൽ സൂര്യകുമാർ യാദവ് വരുന്നു. 4-ാം നമ്പറിലേക്ക് തിലക് വർമ്മ. ഒരുപക്ഷേ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും ഇന്ത്യയുടെ ഇമ്പാക്ട് പെയറായി വന്നത് തിലക് വർമ്മയാണ്. താരത്തിൻ്റെ ഒരു പ്രകടനം, പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസിലൂടെ നമ്മൾ കളി കണ്ടതെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഒരു മധ്യനിരയിലേക്ക് പ്രധാനപ്പെട്ട താരമായി വരുന്നു. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇന്ത്യയുടെ സ്പിന്നർമാർ തന്നെയാണ്. ഒരുപക്ഷേ ഈ ഏഷ്യ കപ്പിലുടനീളം ഇന്ത്യയെ പല മത്സരങ്ങളിലും അനായാസമായി വിജയിക്കാൻ പ്രധാനപ്പെട്ട കാരണമായത് ഈ ഇന്ത്യയുടെ സ്പിന്നർമാരുടെ പ്രകടനം തന്നെയാണ്. ഒരുപക്ഷേ ഏഷ്യ കപ്പിൽ ഏറ്റവും കൂടുതൽ നിർണായക സ്പിന്നർമാരാണ്. പ്രത്യേകിച്ച് കുൽദീപ് യാദവാണ് അടുത്തടുത്ത മത്സരങ്ങളിൽ കൂടുതൽ വിക്കറ്റുകൾ നേടുന്നു. വരുൺ ചക്രവർത്തിയാണ് ഇന്നൊരു ബ്രേക്ക് ത്രൂ ആയിട്ട് പാകിസ്ഥാൻ ആദ്യ വിക്കറ്റ് സമ്മാനിച്ചത്. അക്ഷർ പട്ടേൽ തുടങ്ങുന്നു. ഇന്ത്യയുടെ സ്പിന്നർമാരുടെ ഒരു പ്രകടനം ഈ ഏഷ്യ കപ്പിൽ നമുക്ക് എങ്ങനെ നോക്കാം? അത് ഇന്നത്തെ മത്സരം ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം. അതായത് ഇന്ത്യയുടെ വിജയത്തിൽ ഈ ഒരു ടൂർണമെൻറ്റിൽ തന്നെ ഇന്ത്യയുടെ പ്രകടനത്തിൽ നിർണായക പങ്ക് വഹിച്ചത് സ്പിന്നർമാരാണ്. അതായത് ഇന്നത്തെ മത്സരത്തിൽ തന്നെയാളും പാകിസ്ഥാൻ്റെ 8 വിക്കറ്റുകൾ വീഴ്ത്തിയത് ഇന്ത്യൻ സ്പിന്നർമാരാണ്. അതായത് കുൽദീപ് യാദവ് 4 വിക്കറ്റ് വീഴ്ത്തി, അതുപോലെ ഇപ്പോൾ അക്ഷർ പട്ടേലും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയും ഈ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിലുള്ള മികച്ച പഠനമാണ് ഇന്ത്യൻ സ്പിന്നർമാർ കാഴ്ചവെച്ചത്. അതുപോലെ ഇപ്പോൾ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ നമ്മുടെ മത്സരങ്ങൾ മൊത്തം വന്നത് ദുബായ് പിച്ചാണ്. അപ്പോൾ അത് സ്പിന്ന് തുറക്കുന്ന പിച്ചിൽ തന്നെ ആയതും ഇന്ത്യ മിക്കപ്പോഴും ഈ ടൂർണമെൻറ്റിലുള്ള ഒരു ടീമിൽ മാറ്റം വരാണ്ട് 3 സ്പിന്നർമാരുമായിട്ടാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സ്പിന്നർമാരെ കൂടുതൽ പിന്തുണച്ച് ടീമിൽ ഉൾപ്പെടുത്താൻ കാണിച്ച ഗംഭീറിൻ്റെയും അതുപോലെ തന്നെ നായകൻ സൂര്യകുമാർ യാദവിൻ്റെയും തന്ത്രങ്ങൾ ഫലപ്രദമായി വിജയം കണ്ടു എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോൾ കാണുകയാണ്, അതായത് ഇന്ത്യ 9ാം ഏഷ്യ കപ്പ് കിരീടത്തിൽ മുത്തമിടുകയാണ്. അതായത് ഒരു ചരിത്രം, അതായത് ഏഷ്യ കപ്പിൽ, അതായത് ടൂർണമെൻറ്റ് ചരിത്രം, അതായത് 41 വർഷം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റ് ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം നമ്മളാണ് ഏറ്റവും കൂടുതൽ, അതായത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയിരിക്കുന്നത്. അതിൽ തന്നെയാണ് ഇതിപ്പോൾ 8 എന്നുള്ളതായിരുന്നു, അതിപ്പോൾ 9 ആക്കി ഇന്ത്യ ഉയർത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ യുവനിര, അതായത് താരനിബിഡമായ ടീമുകളില്ല, പക്ഷേ യുവനിര, അതായത് പ്രഗത്ഭരായ അല്ലെങ്കിൽ ടാലൻ്റായ യുവനിരയെ കൊണ്ട് സൂര്യകുമാർ യാദവ് ഇപ്പോൾ ദുബായിൽ വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. അതിൽ തന്നെയായാലും നിർണായക പങ്ക് വഹിച്ച സ്പിന്നർമാരാണ്. അപ്പോൾ എടുത്തു പറയേണ്ടതുണ്ട് സ്പിന്നർമാരുടെ പ്രകടനത്തെക്കുറിച്ച്. അതായത് കുൽദീപ് യാദവിൻ്റെ പ്രകടനം വളരെ നിർണായകമായിരുന്നു ഈ ടൂർണമെൻറ്റ്. അതായത് ഇന്ത്യയുടെ വിക്കറ്റ് വേട്ടയിൽ മുൻപതിലുള്ള താരമാണ് കുൽദീപ് യാദവ്. ഈ ഫൈനൽ തന്നെയായാലും 4 വിക്കറ്റുകളാണ് കുൽദീപ് യാദവ് വീഴ്ത്തിയത്. അതും വെറും 18 റൺസ് വഴങ്ങിക്കൊണ്ടാണ് 4 പാകിസ്ഥാൻ താരങ്ങളെ കുൽദീപ് യാദവ് കൂടാരം കയറ്റിയത്. അപ്പോൾ ഒരു വളരെ നിർണായകമായ ഒരു പ്രകടനമാണ് സ്പിന്നർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ സ്പിന്നർമാരെ മാറ്റി നിർത്തിയതിൽ ഇന്ന് തന്നെയായാലും ശിവം ദൂബെ, അതായത് കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലാണ്ട് ശിവം ദൂബ മടങ്ങിയെത്തിയൊരു മത്സരം കൂടിയായിരുന്നു ഇന്നത്തെ ഒരു മത്സരം. അതായത് ഈ ടൂർണമെൻറ്റിൽ നോക്കിയാൽ തന്നെയാലും ഈ ബാക്കി എല്ലാ മത്സരങ്ങളും ശിവം ദൂബെ ടീമിലുണ്ടായിരുന്നു. ആ മത്സരങ്ങളെല്ലാം തന്നെ ഇന്ത്യ അനായാസം ജയിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് ശിവം ദൂബെ ടീമിലുണ്ടായിരുന്നത്. അത് തന്നെയാണ് നമ്മൾ സൂപ്പർ ഓവറിൽ ഒരു ഇതുപോലെ തന്നെ ആവേശകരമായ മത്സരത്തിൽ സൂപ്പർ ഓവർ ശ്രീലങ്കയെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ടീമിലേക്ക് മടങ്ങിയെത്തിയ ശിവം ദൂബയുടെ പ്രകടനം ബാറ്റിങ്ങിലും അതുപോലെ തന്നെ ബോളിങ്ങിലും നിർണായകമായി. അതായത് ബുംറയ്ക്ക്, അതായത് ഹർദിക് പാണ്ഡ്യയ്ക്ക് പരുക്ക് പറ്റിയതോടുകൂടി നമുക്കൊരു പേസറെ നഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു വിടവ് നികത്താനായിട്ട് ശിവം ദൂബയ്ക്ക് കഴിഞ്ഞു. അതായത് ഓപ്പണിങ്ങിൽ ബോളിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു സൈഡിൽ നിന്ന് ബുംറ എറിഞ്ഞു തുടങ്ങിയപ്പോൾ മറ്റേ അറ്റത്ത് നിന്ന് ശിവം ദൂബെ മികച്ച രീതിയിൽ പന്തെറിയുകയുണ്ടായി. അപ്പോൾ ഒരു താരതമ്യേന മികച്ച പ്രകടനം, അതായത് ഈ ടൂർണമെൻറ്റിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച ശിവം ദൂബ ഈ ഒരു ഫൈനലിലും ഇന്ത്യക്ക് വേണ്ടി ഒരു നിർണായക പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ ടൂർണമെൻറ്റിലുള്ള ഇന്ത്യയുടെ പ്രകടനം വളരെ വളരെ മികച്ചതാണ്. അതായത് അജയരായിട്ട്, അതായത് അപരാജിതരായിട്ടാണ് ഈ ഗ്രൂപ്പ് ഘട്ടവും അതുപോലെ തന്നെ സൂപ്പർ ഫോറും മറികടന്നെത്തി. അതിൽ തന്നെ ആവേശകരമായ മത്സരത്തിലുടനീളം ഇന്ത്യൻ താരങ്ങൾ നിലവാരത്തിനൊത്ത് ലോകോത്തര നിലവാരത്തിൽ ഉയരുകയും ഒരു മികച്ച വിജയം എല്ലാ മത്സരങ്ങളും നേടിയെടുത്താണ് ഫൈനലിലെത്തിയത്. അപ്പോൾ ഫൈനൽ തന്നെയായാലും ആവേശകരമായി, അതായത് പാകിസ്ഥാൻ ചിരവൈരികളായ പാകിസ്ഥാനെ തകർത്തെറിയുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യ ഉണ്ടായത്. അതായത് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇന്ത്യൻ താരങ്ങൾ ഗംഭീര പഠനമാണ് ദുബായിൽ കാഴ്ചവെച്ചത്. അപ്പോൾ 9ാം കിരീടത്തിലെത്തിയ ഇന്ത്യക്ക് വേണ്ടി താരങ്ങളെല്ലാം മികച്ച പഠനം കാഴ്ചവെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി അറിയാനുള്ളത് വെച്ചാൽ ഇനിയിപ്പോൾ കിരീടം ഏറ്റുവാങ്ങാണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നോട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും ഈ ഒരു പ്രകടനം, താരങ്ങളുടെ പ്രകടനം വളരെ നിർണായകമായിരുന്നു, അല്ലേ അഷിക്? ഇപ്പം ഈ ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും നിർണായകത അഭിഷേക് ശർമ്മയുടെ പ്രകടനമാണ്. കാരണം ഒരുപക്ഷെ വീരേന്ദ്ര സേവാഗാണ് ഇതുപോലെ ആദ്യ പന്ത് തന്നെ 6 അടിക്കാൻ 4 അടിക്കാൻ നോക്കുന്ന ഒരു താരം. അപ്പോൾ അഭിഷേക് ശർമ്മയുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഏഷ്യ കപ്പിലെ? അത് അഭിഷേക് ശർമ്മയുടെ പ്രകടനം പറയുന്നത്, അഭിഷേക് ശർമ്മ നമുക്ക് ആദ്യം ഈ കളി പഠിപ്പിച്ച താരമാണ്. അതിപ്പോൾ നമ്മുടെ മുൻ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ യുവരാജ് സിംഗ് ആണ് അഭിഷേകിനെ ഈ കളി പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രകടനം, ആ ഒരു വെടിക്കെട്ട്, അതായത് എതിരാളിയെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു തന്ത്രം, അത് എല്ലാ മത്സരത്തിലും അഭിഷേക് ശർമ്മ വെടിക്കെട്ട പ്രകടനത്തോടെ കാഴ്ചവെച്ചിരുന്നു. അതായത് ആദ്യ മത്സരം മുതലായാലും ഇപ്പോൾ സൂപ്പർ ഫോറിലെ അവസാന മത്സരം തന്നെയായാലും അഭിഷേക് ശർമ്മയുടെ ഒരു പ്രകടനം ഇന്ത്യക്ക് അടിത്തറപ്പാക്കിയിരുന്നു. അതായത് ഓപ്പണിങ്ങിൽ ഇന്ത്യയുടെ ഒരു മികച്ചൊരു കൂട്ടുകെട്ട്, അതായത് ഓപ്പണിംഗ് സ്ഥാനം സഞ്ജു അഭിഷേകുമായിരുന്നു മുന്നിലുള്ള പരമ്പരകൾ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗ് ചെയ്തത്. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ട് പൊളിച്ച് ശുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവരുമ്പോൾ ഇടത് വലത് കോമ്പിനേഷൻ കൊണ്ടുവരികയും അത് ഇന്ത്യക്ക് ഫലപ്രദമായി ടൂർണമെൻറ്റിൽ വിജയം കണ്ടു. അതായത് ആദ്യ മത്സരം തൊട്ടായാലും നമ്മൾ പവർ പ്ലേയിൽ ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഒരു കുറഞ്ഞത് ഒരു 50 റണ്ണിൽ കുറയാതെ നമ്മൾ മികച്ചൊരു സ്കോറിംഗ് കണ്ടു. അതിൽ അഭിഷേകിനെ പറഞ്ഞാൽ വളരെ നിർണായകമാണ്. അത് ടൂർണമെൻറ്റിൽ ഒരു തുടർച്ചയായ 3 അർദ്ധസെഞ്ചുറികൾ നേടി. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലും അർദ്ധസെഞ്ചുറി അഭിഷേക് ശർമ്മ സ്വന്തമാക്കിയിരിക്കുന്നു. അതെല്ലാം വളരെ നിസ്സാരമായ ബോൾ. അതായത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു 40-50
അശ്വിൻ്റെ ബോളുകളാണ് 71 റൺസോളം, അതായത് വളരെ ശ്രീലങ്ക നിർണ്ണായകം. അതായത് നമ്മൾ ആ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂർണമെൻറ്റിൽ 200 കടമ്പ കിടക്കുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറിയ മത്സരം കൂടിയായിരുന്നു. അപ്പോൾ അതിൽ തന്നെയായാലും അഭിഷേക് ശർമ്മയുടെ പ്രകടനം വളരെ നിർണ്ണായകമായിരുന്നു. ആഷിഖ്.